പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക ആയിരക്കണക്കിന് സൈനികരെ വിന്യസിക്കാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സേനയിലെ എലൈറ്റ് വിഭാഗമായ 82ാം എയർബോൺ ഡിവിഷനിൽ നിന്നുള്ള ആയിരക്കണക്കിന് സൈനികരെ പശ്ചിമേഷ്യയിലേക്ക് അയക്കാൻ പെന്റഗൺ പദ്ധതിയിടുന്നുണ്ട്. ഇറാനുമായി ചർച്ചകൾക്ക് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെങ്കിലും മേഖലയിലെ വൻതോതിലുള്ള സൈനിക സന്നാഹം കനത്ത ആശങ്കയ്ക്ക് വക നൽകുന്നതാണെന്നാണ് റിപ്പോർട്ടുകൾ വിശദമാക്കുന്നത്. പശ്ചിമേഷ്യയിൽ എവിടെയാണ് ഇവരെ വിന്യസിക്കുന്നതെന്നോ എപ്പോഴാണ് ഇവർ അവിടെ എത്തിച്ചേരുക എന്നോ ഉള്ള വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇറാനിലേക്ക് സൈനികരെ അയക്കാൻ നിലവിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഭാവിയിൽ മേഖലയിൽ ഉണ്ടായേക്കാവുന്ന സൈനിക നീക്കങ്ങൾക്കുള്ള സജ്ജീകരണമായാണ് സൈനികരെ അയക്കാനുള്ള നീക്കം വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച USS ബോക്സർ എന്ന യുദ്ധക്കപ്പലിലും അനുബന്ധ കപ്പലുകളിലുമായി ആയിരക്കണക്കിന് മറീനുകളെയും നാവികരെയും വിന്യസിച്ചതിന് പുറമെയാണിതെന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ 5 ദിവസത്തേക്ക് ആക്രമണം ഉണ്ടാകില്ലെന്ന് ട്രംപ് ഉറപ്പ് നൽകിയത് ഒരു ദിവസം മുൻപാണ്. കൂടുതൽ ശക്തമായ ആക്രമണത്തിന് മുന്നോടിയായി ആയുധങ്ങളും സൈനിക സന്നാഹങ്ങളും ഇസ്രായേലിൽ എത്തിക്കാനുള്ള സാവകാശം നേടാനാണ് ഈ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനമെന്നായിരുന്നു ഇറാൻ ട്രംപിന്റെ നീക്കത്തെക്കുറിച്ച് വിലയിരുത്തിയത്. ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഗൊറംഷഹറിലെ പവർ പ്ലാന്റിലും പൈപ്പ് ലൈനിലെ ഇസ്ഫഹാനിലെ ഊർജ്ജ നിലയത്തിലും ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ആക്രമണം നടത്തിയതായി ഇറാൻ ആരോപിക്കുന്നുണ്ട്. എന്നാൽ വാതക വിതരണം തടസ്സപ്പെട്ടിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഇറാന് 150 വൈദ്യുത നിലയങ്ങളുണ്ട്. ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണി ഇറാനെ കാര്യമായി ബാധിക്കില്ല. IRGCയുടെ ആയുധശാലകൾ ഉൾപ്പെടെ ഇറാന്റെ 50ലേറെ കേന്ദ്രങ്ങൾ തകർത്തതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. ഇറാന്റെ 100 കിലോ ഭാരമുള്ള പോർമുന ഘടിപ്പിച്ച മിസൈൽ ഇസ്രായേൽ പ്രതിരോധം ഭേദിച്ച് സെൻട്രൽ ടെൽ അവീവിൽ പതിച്ചു. 6 പേർക്ക് പരിക്കേൽക്കുകയും പാർപ്പിട സമുച്ചയത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. അതേസമയം ഇറാൻ നടത്തിയ ആക്രമണത്തിൽ UAEക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന മൊറോക്കൻ സ്വദേശി കൊല്ലപ്പെട്ടു. ആമസോൺ ക്ലൗഡ് സേവനങ്ങളും തടസ്സപ്പെട്ടു. കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമിട്ടെത്തിയ ഇറാന്റെ 19 ഡ്രോണുകൾ സൗദി സൈന്യം തകർത്തു. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് കുവൈത്തിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. ഇറാഖിൽ റോക്കറ്റ് ആക്രമണത്തിൽ 6 കുർദിഷ് സേനാംഗങ്ങളും പടിഞ്ഞാറൻ ഇറാഖിൽ 15 PMF സൈനികരും കൊല്ലപ്പെട്ടു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി സമാധാന കരാറിന് ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കർശനമായ നിബന്ധനകൾ ഇറാൻ അംഗീകരിക്കാൻ സാധ്യതയില്ലെന്ന് മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് താൽപര്യപ്പെടുന്നുണ്ടെങ്കിലും ആവശ്യങ്ങൾ ഇറാൻ അംഗീകരിക്കില്ലെന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ. ഇറാന്റെ ആണവ ഗവേഷണങ്ങൾ പൂർണ്ണമായും പരിമിതപ്പെടുത്തണം, ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണത്തിലും പരീക്ഷണത്തിലും നിയന്ത്രണം വേണം എന്നിവയാണ് ആവശ്യങ്ങൾ. ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചകൾ ഫലപ്രദമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ഇത് തള്ളിക്കളഞ്ഞു. വിപണികളെ സ്വാധീനിക്കാനുള്ള മനഃശാസ്ത്രപരമായ നീക്കം മാത്രമാണിതെന്നും ഇറാൻ ആരോപിച്ചു. നേരിട്ടുള്ള ചർച്ചകൾ ഇരുപക്ഷവും നിഷേധിക്കുമ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിൽ നയതന്ത്ര നീക്കങ്ങൾ സജീവമാണ്. സമാധാന ചർച്ചകൾക്ക് വേദിയാകാൻ പാകിസ്ഥാൻ സന്നദ്ധത അറിയിച്ചു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ളവർ ഇസ്ലാമാബാദിൽ ഇറാൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഒമാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ വഴി സന്ദേശങ്ങൾ കൈമാറുന്നതായും സൂചനയുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഒമാനുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ സംയുക്ത സൈനികാക്രമണം തുടങ്ങിയതോടെ ചർച്ചകൾക്കുള്ള വഴി അടഞ്ഞുവെന്ന് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. എന്നാൽ സൈനിക നേട്ടങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേലിന് അനുകൂലമായ കരാർ ഉറപ്പാക്കാമെന്നാണ് നെതന്യാഹുവിന്റെ കണക്കുകൂട്ടൽ. അമേരിക്കയും ഇസ്രായേലും നേരിടുന്ന ആഭ്യന്തര സമ്മർദ്ദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.